കുറേയേറെ തവണ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നേ. എന്നാൽ സാഹചര്യവും സന്ദർഭവും ഇപ്പോഴാണ് ഒത്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രെൻഡൊക്കെ എപ്പോഴോ പോയിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോഴാണ് കേട്ടോ സമയവും ഒക്കെ ഒത്തു വന്നത്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു ചിക്കൻ കണ്ടപ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസും കൂടെ കണ്ടപ്പം ഓടിയവരുണ്ടാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. ചില സ്ഥലത്തുനിന്ന് കഴിക്കുമ്പോൾ വെറൈറ്റി ടേസ്റ്റുകളാണ് കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒന്ന് മിക്സായിട്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വലിയൊരു പീസാക്കാതെ ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് കേട്ടോ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. എന്തായാലും ലോഡഡ് ഫ്രൈസ് ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ക്രീം കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചീസി ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചൊരു റിച്ചായിട്ട് തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ വൈറ്റ് സോസൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കും ഞാൻ കുറച്ചധികം ചീസ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചടാർ ചീസാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് എനിക്ക് പിന്നാണ് കേട്ടോ തോന്നിയത്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് മൊസറില്ല സ്ലൈസസ് ആക്കിയിട്ടാണ്. ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് ചടാർ തന്നെ ആയിരിക്കും ഒന്നുകൂടെ ബെസ്റ്റ്. അങ്ങനെ ക്രീമൊക്കെ സെറ്റാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം നെസ്റ്റോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രൈസിന് ഓഫർ കണ്ടപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് നമുക്ക് എന്തായാലും ഫ്രൈസ് സെറ്റാക്കാമെന്ന്. ഇനിയിപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി സെറ്റാക്കി എടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈസ് ഇട്ടു, അതുപോലെ ചിക്കൻ ഇട്ടു, പിന്നെ നമ്മുടെ ക്രീം ഇട്ടു, മയണൈസ് ഇട്ടു, സോസ് ഇട്ടു. പിന്നെ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചിക്കൻ്റെ മാരിനേഷനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഏത് ടൈപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ലാസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ.